Hello everyone, welcome to our YouTube channel Catalysis by Pravishma. +1 Chemistry first chapter നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്തു. അതിൻ്റെ PDF ഫയൽ നമ്മളുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മളുടെ ടെലഗ്രാം ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ നോട്ട്സ് എല്ലാം അതിലായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എക്സ്ട്രാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അതിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് നമ്മളുടെ ടെലഗ്രാം ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, ദെൻ സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, സ്ട്രക്ചർ ഓഫ് ആറ്റം അല്ലേ. അതിൽ നമ്മൾ ഹിസ്റ്ററി ഓഫ് ആറ്റം നമ്മൾ കണ്ടതാണ് അല്ലേ. ഏകദേശം ഒരു 400 BC തൊട്ടിട്ട് ഒരു 20th സെഞ്ച്വറി വരെ ആറ്റത്തെ കുറിച്ചിട്ടുണ്ടായ ഡിസ്കവറീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറീനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡാൾട്ടൺ ആറ്റത്തെ കുറിച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് കണ്ടെത്തിയത് എന്നുള്ളത് ഡിസ്കസ് ചെയ്തു. അദ്ദേഹം ഡാൾട്ടൺസ് അറ്റോമിക് തിയറി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി വെച്ചിട്ട് നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസും ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി വെച്ചിട്ട് ചില തിയറീസ് നമുക്ക് അല്ലെങ്കിൽ ചില എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് അതിൻ്റെ റിസൾട്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കഴിയില്ല. എക്സാമ്പിളായിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, നമ്മളുടെ സ്കെയിലില്ലേ, സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഹെയർ റബ്ബ് ചെയ്യുക. അതിനുശേഷം ചെറിയ പേപ്പർ ബോൾസിൻ്റെ അടുത്തേക്ക് ഈ സ്കെയിലിനെ കൊണ്ടുവന്ന സമയത്ത് നമുക്ക് എന്താ കാണാൻ പറ്റുക, സ്കെയിൽ ഈ ചെറിയ പേപ്പർ ബോൾസിനെ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, നമ്മളൊരു പ്ലാസ്റ്റിക് ചെയറിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ കയ്യിലത്തെ രോമങ്ങളൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്ന ഫീലിംഗ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സക്സസ്ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി വെച്ചിട്ട് സാധിച്ചിട്ടില്ല. ഓക്കെ, ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ റിസൾട്ട് എന്താണ്, അതിൻ്റെ ഫൈൻഡിങ്സ് എന്താണ്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് പ്രസൻ്റ് ആണ് എന്നുള്ളതാണ്. അതായത് സെർട്ടൈൻ കൈൻഡ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾസ് അവിടെ പ്രസൻ്റ് ആണ്. അതുകൊണ്ടാണ് അവ തമ്മിലുള്ള അട്രാക്ഷൻ്റെയും റിപ്പൽഷൻ്റെയും ഒക്കെ റിസൾട്ടായിട്ടാണ് അവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ക്ലാസ്സിൽ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. ഏതൊക്കെയാണ്? ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ഒക്കെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. ഇത് മാത്രമല്ല, വേറെയും സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ വിശ്വസിച്ചിരുന്നത് ആറ്റം എന്ന് പറയുമ്പോൾ ഇൻഡിവിസിബിൾ ആണ് എന്നായിരുന്നു. നമുക്കതിനെ വിഭജിക്കാനായിട്ട് സാധിക്കില്ല എന്നാണ്. ആറ്റം എന്നുള്ള വേർഡിൻ്റെ മീനിങ് തന്നെ അതാണ്. അറ്റോമിയ എന്നുള്ള ഗ്രീക്ക് വേർഡിൽ നിന്നാണ് വന്നത്. ആ വേർഡിൻ്റെ മീനിങ് അൺകട്ടബിൾ അല്ലെങ്കിൽ അൺഡിവിസിബിൾ ആണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. പിന്നീട് റിസർച്ചസ് നടത്തിയപ്പോൾ കണ്ടെത്തി ആറ്റം ഡിവിസിബിൾ ആണെന്നും ആറ്റം നിർമ്മിച്ചിരിക്കുന്നത് വേറെയും പാർട്ടിക്കിൾസ് കൊണ്ടാണ്, അതായത് ആറ്റത്തിനേക്കാൾ ചെറിയ പാർട്ടിക്കിൾസ് കൊണ്ടാണെന്നും ഒക്കെ കണ്ടെത്തുന്നുണ്ടായി. ഓക്കെ, അത്തരത്തിലുള്ള പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നത്. അതായത് ഏതൊക്കെയാണ്? ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് ഒക്കെ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോൺസിനെ കുറിച്ചിട്ടാണ്. അതായത് ഇലക്ട്രോൺസിൻ്റെ ഡിസ്കവറി, ആ ഒരു എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ ആരാണ് ഡിസ്കവർ ചെയ്തതെന്നുള്ളതും അതിൻ്റെ മാസ് എന്താണ്, ചാർജ് എന്താണ്, മാസ് ബൈ ചാർജ് റേഷ്യോ, അതിനൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ 1830 മൈക്കിൾ ഫാരഡെ ഇലക്ട്രോളിസിസ് നടത്തുകയാണ്. അതായത് എന്താണ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ എന്നറിയാം അല്ലേ. സോഡിയം ക്ലോറൈഡ്, അതിൻ്റെ മോൾട്ടൺ സ്റ്റേറ്റും സൊല്യൂഷനൊക്കെ നല്ല ഇലക്ട്രോലൈറ്റായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോഡൊക്കെ വെച്ചിട്ട് മൈക്കിൾ ഫാരഡെ അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയാണ്. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് ആ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിൽ കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ട് അവിടെ ഈ ഇലക്ട്രോഡില്ലേ, അതായത് ആനോഡും കാഥോഡിലൊക്കെ ഡെപ്പോസിഷനും ലിബറേഷനും ഒക്കെ ഉള്ളതായിട്ട് കണ്ടെത്തി.
ഓക്കെ, അതിൽ നിന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്: എല്ലാ സബ്സ്റ്റൻസസും നിർമ്മിച്ചിരിക്കുന്നത് സെർട്ടൈൻ സബറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം കണ്ടെത്തലുകളുണ്ടായി. ഇതിനുശേഷം 1850 ഇതിനെക്കുറിച്ചിട്ട് സ്റ്റഡീസ് നടത്തുകയാണ്. അതിൻ്റെ ബേസിസിൽ സ്റ്റഡീസ് നടത്തിയിട്ട് ഈ സബറ്റോമിക് പാർട്ടിക്കിൾസിനെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്. ആ ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആ ട്യൂബിനെ വിളിക്കുന്നത് കാഥോഡ് റേ ട്യൂബ് എന്നാണ്. ഓക്കെ, ഇതാണ് ആ ഒരു ട്യൂബ്. എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഇങ്ങനെയാണ്, എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇതൊരു ഗ്ലാസ് ട്യൂബാണ് ഈ ഒരു പാർട്ട്. ഇതിൻ്റെ ഉള്ളിൽ ഒരു വാക്വം പമ്പിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഗ്യാസസ് എല്ലാം കളഞ്ഞ് വാക്വം ആക്കി വെച്ചിട്ടുണ്ട്. ദെൻ ഇതിൽ 2 ഇലക്ട്രോഡുകൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഇലക്ട്രോഡിനെ ഒരു ഹൈ വോൾട്ടേജ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നെഗറ്റീവ് പാർട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതിനെ നമ്മൾ കാഥോഡ് എന്ന് വിളിക്കും. ആ ഇലക്ട്രോഡിനെ നമ്മൾ കാഥോഡ് എന്ന് വിളിക്കും. പോസിറ്റീവ് പാർട്ടുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതിനെ നമ്മൾ ആനോഡ് എന്നും വിളിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ നമ്മൾ ലോ പ്രഷർ ആൻഡ് ഹൈ വോൾട്ടേജ് കണ്ടീഷനിൽ അദ്ദേഹം കണ്ടെത്തി ഈ ഒരു കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് റേസ് പാസ് ചെയ്യുന്നതായിട്ട് കണ്ടെത്തി. ഈ റേസിന് നമുക്ക് കാണാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അത് കണ്ടെത്തിയത്? ഓക്കെ, അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഇലക്ട്രോഡിന് നമ്മൾ എന്താ പറയുക? ആനോഡ് അല്ലേ? ഈ ആനോഡിൽ കുറച്ച് ഹോൾസ് ഉണ്ടാക്കി. ഓക്കെ, ഇങ്ങനെ കുറച്ച് ഹോൾസ് ഉണ്ടാക്കി. അപ്പോൾ എന്താ സംഭവിക്കുക? കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് പോകുന്ന റേസ് ഈ ഹോൾസിലൂടെ പാസ് ചെയ്ത് പോകും അല്ലേ? അദ്ദേഹം വേറൊരു കാര്യം കൂടിയും ചെയ്തു. എന്താണ്? ഇവിടെ ആനോഡിൽ ഹോൾസ് ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ ബാക്കിലായിട്ട് അവർ ഒരു സ്ക്രീന് വെക്കുകയാണ്. ഓക്കെ, ഒരു സ്ക്രീന് സെറ്റ് ചെയ്തു. ഈ സ്ക്രീന് സിങ്ക് സൾഫൈഡിൻ്റെ സ്ക്രീനാണ്. അതായത് ഫ്ലൂറസെൻറ്റ് സ്ക്രീൻ അല്ലെങ്കിൽ ഫോസ്ഫോറസെൻറ്റ് സ്ക്രീനാണ് ഈ സിങ്ക് സൾഫൈഡ്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നറിയോ? ലൈറ്റ് റേസ് ഇതിൽ വന്ന് തട്ടിക്കഴിഞ്ഞാൽ ആ തട്ടുന്ന ഭാഗത്ത് ഒരു ഗ്ലോ ഉണ്ടാവും. അതായത് ഒരു ഫ്ലൂറസെൻസ് പോലെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഈ റേസ് ഇവിടെ നിന്ന് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് റേസ് പോകുന്നതായിട്ട് കണ്ടെത്തി എന്ന് പറഞ്ഞു. നമ്മളിവിടെ ഹോൾസ് ഇട്ട് കൊടുത്തപ്പോൾ ഈ റേസ് ഈ ഹോളിലൂടെ പാസ് ചെയ്ത് പോയിട്ട് ഈ ഒരു സിങ്ക് സൾഫൈഡിൻ്റെ ഫ്ലൂറസെൻറ്റ് സ്ക്രീനിൽ തട്ടുന്ന സമയത്ത് ആ ഒരു സ്ക്രീനിൽ ഗ്ലോ ഉണ്ടായി, ഫ്ലൂറസെൻസ് കാണാനായിട്ട് പറ്റി. ഓക്കെ, ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിസിലാണ് അവർ ഈ റേസിനെ കുറിച്ചിട്ട് ഉള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ റേസിനെ അവർ വിളിച്ചത് കാഥോഡ് റേസ് എന്നാണ്. എന്താണ്? കാഥോഡ് റേസ് എന്നാണ് വിളിച്ചത്. കാരണം എന്തായിരിക്കും? ആ റേസ് നെഗറ്റീവ് ചാർജുള്ള കാഥോഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് പോസിറ്റീവ് ചാർജുള്ള ആനോഡിലേക്ക് മൂവ് ചെയ്യുന്നു. അതുകൊണ്ട് അവരതിനെ കാഥോഡ് റേസ് എന്ന് വിളിച്ചു. ഓക്കെ, ദെൻ ഒരു ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ ഒന്നും നമ്മൾ കൊടുക്കാത്ത ടൈമിൽ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് മൂവ് ചെയ്തത്. ഓക്കെ, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇത് മൂവ് ചെയ്തത്, ഈ റേസ് നമ്മളുടെ കാഥോഡ് റേസ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് മൂവ് ചെയ്തത്. ഓക്കെ, ദെൻ നമ്മളിവിടെ ഹോൾ ഉണ്ടാക്കി ഒരു ഫ്ലൂറസെൻറ്റ് സ്ക്രീന് വെച്ചപ്പോൾ അതിൽ തട്ടുന്ന സമയത്ത് അവിടെ ഒരു ഗ്ലോ ഉണ്ടായി. ഈ സിങ്ക് സൾഫൈഡിൻ്റെ സ്ക്രീനിൽ ഒരു ഗ്ലോ കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അവിടെ സെർട്ടൈൻ പാർട്ടിക്കിൾസിൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളത് തന്നെ ക്ലിയർ ആയി. കാരണം നമുക്കിത് ഈ പാർട്ടിക്കിൾസിനെ നേക്കഡ് ആയതുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ അവയുടെ പ്രസൻസ് കണ്ടെത്തിയത് ഇങ്ങനെയാണ്, ഈ ഒരു ഫ്ലൂറസെൻസ് നോക്കിയിട്ടാണ്. ഓക്കെ, ദെൻ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒന്നും കൊടുക്കാത്ത സമയത്ത് ഇവയ്ക്ക് എന്താ സംഭവിച്ചത്? ഡിഫ്ലക്ഷൻ ഒന്നും ഇല്ലാതെ അൺഡിഫ്ലക്റ്റഡ് ആയിട്ട് സ്ട്രെയിറ്റ് ലൈനിലൂടെ തന്നെ പാസ് ചെയ്തു പോയി. ഓക്കെ, ദെൻ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഒക്കെ ആയിട്ട് ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ റേസിൻ്റെ കാഥോഡ് റേസിൻ്റെ പാത്തിൽ ഡീവിയേഷൻ സംഭവിക്കുകയാണ്. ഇത് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് പാത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് മൂവ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ദെൻ അതിൻ്റെ ഡീവിയേഷൻ എങ്ങനെയായിരുന്നു എന്നറിയോ? അതായത് ഇതിൻ്റെ
ചാർജ് എന്താണെന്ന് നമുക്കറിയണം. കാഥോഡ് റേസ് ഉണ്ട് അല്ലെങ്കിൽ കാഥോഡ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്ന് പറഞ്ഞു, പക്ഷേ അതിൻ്റെ ചാർജ് നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഡിഫ്ലക്ഷൻ സംഭവിച്ചു, അതിൻ്റെ പാത്തിന് ഒരു ഡീവിയേഷൻ സംഭവിച്ചു. ഇനി എങ്ങനെയാണ് ഡീവിയേറ്റ് ചെയ്തത്? നമുക്കറിയാം ചാർജിൻ്റെ ഒരു പ്രോപ്പർട്ടി, ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ് ചെയ്യും അല്ലേ? അപ്പോൾ ഇത് പോസിറ്റീവ് ആയിട്ടുള്ള ഭാഗത്തേക്കാണ് പോയത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി നമുക്ക് വരുന്ന റേ, കാഥോഡ് റേ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജാണ്. കാരണം അൺലൈക്ക് ചാർജസ് ആണ് അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ പോസിറ്റീവിൻ്റെ അടുത്തേക്ക് പോയി. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഈ കാഥോഡ് റേസിൻ്റെ ചാർജ് നെഗറ്റീവ് ആണെന്ന് മനസ്സിലായി. ദെൻ നമ്മൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡൊക്കെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ഇത് സ്ട്രെയിറ്റ് ലൈനിലൂടെ തന്നെ പാസ് ചെയ്ത് പോകും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയറായി അല്ലേ? അപ്പോൾ ഈ റേസിന് നെഗറ്റീവ് ചാർജാണെന്ന് മനസ്സിലായി. ഇവിടെ ഒരു ഫ്ലൂറസൻസ് കാണാനായിട്ട് സാധിച്ചു. ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡൊന്നും ഇല്ലാത്ത സമയത്ത് അത് സ്ട്രെയിറ്റ് ലൈനിലൂടെയാണ് പാസ് ചെയ്ത് പോയത്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പാത്തിന് ഡീവിയേഷൻ കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായി ഇത് പോസിറ്റീവ് പാർട്ടിലേക്ക് പോയപ്പോൾ നമുക്ക് വരുന്ന കാഥോഡ് റേസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന് മനസ്സിലായി. അതിന് ഇലക്ട്രോൺസ് എന്ന് പേര് കൊടുക്കുകയും ചെയ്തു. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ സെയിം എക്സ്പെരിമെൻ്റ് തന്നെ അവർ ഇലക്ട്രോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടും അതേപോലെ തന്നെ ഇലക്ട്രോഡിൻ്റെ മെറ്റീരിയൽ ചേഞ്ച് ചെയ്തിട്ടൊക്കെ കണ്ടക്ട് ചെയ്തു. അപ്പോഴും ഇതിന് ചേഞ്ച് ഒന്നും വന്നില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഗ്യാസസിനെ ചേഞ്ച് ചെയ്ത് നോക്കി, അപ്പോഴും ഇവിടെ ചേഞ്ച് വന്നില്ല. ഇതിൽ നിന്ന് അവർക്ക് മനസ്സിലായി ഈ ഗ്യാസസ് ആയാലും അതേപോലെ തന്നെ ഇലക്ട്രോഡ്സിൻ്റെ നേച്ചറൊക്കെ ഈ കാഥോഡ് റേസുമായിട്ട് അൺഎഫക്റ്റഡ് ആണ്, ഇതൊന്നും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി. ഇത്രയുമാണ് നമുക്ക് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ആരാണ് ഇലക്ട്രോൺസ് കണ്ടെത്തിയത്? ജെ തോംസൺ ആണ് ഇലക്ട്രോൺസ് കണ്ടെത്തിയത്. ഇലക്ട്രോൺസിനെ കാഥോഡ് റേസ് എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹം കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെൻറ്റിലൂടെയാണ് ഇലക്ട്രോൺസിനെ കണ്ടെത്തുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. നമുക്കൊരു ട്യൂബ് ഉണ്ട്, ഗ്ലാസ് ട്യൂബ് ഉണ്ട്, അത് വാക്വം ആക്കി വെച്ചിട്ടുണ്ട്. 2 ഇലക്ട്രോഡ് ഉണ്ട്, കാഥോഡും ആനോഡും. അതിനൊരു ഹൈ വോൾട്ടേജിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡൊന്നും അപ്ലൈ ചെയ്യാത്ത സമയത്ത് സെർട്ടൈൻ റേസ് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പോകുന്നുണ്ട്. അവ സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് പാസ് ചെയ്യുന്നത്. നമ്മൾ ആനോഡിൽ ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇവിടെ ഒരു സിങ്ക് സൾഫൈഡിൻ്റെ ഫ്ലൂറസൻ സ്ക്രീൻ വെച്ചപ്പോൾ ഈ റേസ് പാസ് ചെയ്ത് പോയിട്ട് ആ സ്ക്രീനിൽ തട്ടുമ്പോൾ ഗ്ലോ ചെയ്തു. അതിനർത്ഥം പാർട്ടിക്കിൾസ് അവിടെ പ്രസൻ്റ് ആണ്, പാർട്ടിക്കിൾസ് എമിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ക്ലിയറായി. ദെൻ അതിൻ്റെ ചാർജ് അറിയാനായിട്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ റേസിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ പാത്തിന് ഡീവിയേഷൻ സംഭവിച്ചു. അത് പോസിറ്റീവ് പാർട്ടിലേക്ക് പോയപ്പോൾ നമുക്ക് മനസ്സിലായി ആ പാർട്ടിക്കിൾസ്, അതായത് നമ്മളുടെ കാഥോഡ് റേസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്, അല്ലെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അത് കാണിക്കുന്നത് എന്ന് മനസ്സിലായി. അതേപോലെ ഇലക്ട്രോഡ്സും ഗ്യാസസും ഒക്കെ ചേഞ്ച് ചെയ്ത് നോക്കിയപ്പോഴും അത് അൺഎഫക്റ്റഡ് ആയിരുന്നു. ഇതേ സെയിം കാര്യങ്ങൾ തന്നെ കാണിച്ചു. ഇത്രയും പോയിൻറ്റ്സ് ആണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. ഇതാണ് ഇലക്ട്രോണിൻ്റെ ഡിസ്കവറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ. ഓക്കെ, ഇലക്ട്രോണിൻ്റെ ചാർജ് ടു മാസ് റേഷ്യോ. ജെ തോംസൺ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ ചെയ്ത കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെൻ്റ് ഇല്ലേ, ആ ഒരു അപ്പാരറ്റസ് കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ചെയ്യുകയാണ്. അതേപോലെ തന്നെ കുറച്ചൊരു മോഡിഫിക്കേഷനും വരുത്തി. ഓക്കെ, അതിലും ഇതേപോലെ തന്നെ ആനോഡും കാഥോഡും എല്ലാം ഉണ്ട്, ഫ്ലൂറസൻ സ്ക്രീനും എല്ലാം കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡൊന്നും ഇല്ലാത്ത സമയത്ത് ഈ കാഥോഡ് റേസ്, അതായത് ഇലക്ട്രോൺസ് സ്ട്രെയിറ്റ് ലൈനിലൂടെ പാസ് ചെയ്ത് പോയി. നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഡിഫ്ലക്ഷൻ കാണിച്ചു. അതായത് ഈ കാഥോഡ് റേസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് അതിൻ്റെ സ്ട്രെയിറ്റ് ലൈൻ പാത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അതാണ് എ എന്നുള്ള പോയിൻറ്റും ബി എന്നുള്ള പോയിൻറ്റും ഒക്കെ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിസിൽ ജെ തോംസൺ കണ്ടെത്തിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളുടെ റേസ് കാഥോഡ് റേസ്
അത് ലൈറ്റർ ആവുന്ന സമയത്ത് ഡിഫ്ലക്ഷൻ കൂടുന്നു. അതായത് അതിൻ്റെ മാസ് കുറവാവുന്ന സമയത്ത് ഡിഫ്ലക്ഷൻ കൂടുന്നതായിട്ട് കണ്ടെത്തി. അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഒക്കെ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ടും ഡിഫ്ലക്ഷൻ്റെ റേറ്റ് കൂടുന്നതായിട്ട് കണ്ടെത്തി. ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ചാർജ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ പാർട്ടിക്കിൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കൂടും. ഇൻട്രാക്ഷൻ കൂടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫ്ലക്ഷനും കൂടും. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ബേസിസിൽ ജെ തോംസൺ കണ്ടെത്തി ഇലക്ട്രോണിൻ്റെ ചാർജ് ടു മാസ് റേഷ്യോ. ഇവിടെ ഇ വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജാണ്. ME എന്ന് എഴുതിയിരിക്കുന്നത് മാസ്. ഓക്കെ, അപ്പോൾ ചാർജ് ടു മാസ് റേഷ്യോ എന്ന് പറയുന്നത് 1.758820 ഇൻറ്റു 10⁻11 കൂളോം പെർ കിലോഗ്രാം. ചാർജിൻ്റെ യൂണിറ്റ് ആണ് കൂളോം. ഓക്കെ, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം. അങ്ങനെയാണ് ഇവിടെ യൂണിറ്റ് കൂളോം പെർ കിലോഗ്രാം എന്ന് വന്നത്. ഓക്കെ, ഇത് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പോൾ ചാർജ് ടു മാസ് റേഷ്യോ കണ്ടെത്തി. ഓക്കെ, ആരാണ് കണ്ടെത്തിയത്? ജെ തോംസൺ. ഇതേപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 1.6022 ഇൻറ്റു 10⁻⁻19 കൂളോം. ചാർജിൻ്റെ യൂണിറ്റ് കൂളോം. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പോൾ മുള്ളിഗൻ്റെ ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെൻറ്റിലൂടെയാണ് ഇത് ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത്. ഓക്കെ, ഈ രണ്ട് ഡാറ്റാസും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോണിൻ്റെ മാസ് കണ്ടെത്താം. അതാണ് ME എന്ന് പറയുമ്പോൾ മാസ് ഓഫ് ഇലക്ട്രോൺ. എന്താണ് ഇലക്ട്രോണിൻ്റെ മാസ് വരിക? എങ്ങനെയാണ് കണ്ടെത്തുക? ഈ രണ്ട് ഡാറ്റാസ് വെച്ചിട്ട് ചാർജ് ഓഫ് ഇലക്ട്രോൺ ഡിവൈഡഡ് ബൈ ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ. ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രോണിൻ്റെ മാസ് കിട്ടും. നോക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചാർജ് എത്രയാണ് വരുന്നത്? 1.6022 ഇൻറ്റു 10⁻⁻19 കൂളോം ഡിവൈഡഡ് ബൈ ചാർജ് ടു മാസ് റേഷ്യോ എത്രയാണ്? 1.758820 ഇൻറ്റു 10⁻11 കൂളോം പെർ കിലോഗ്രാം. ഇതിന് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 9.1094 ഇൻറ്റു 10⁻31. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം. എങ്ങനെയാണ് വന്നത്? 2 കൂളോമും കൂടിയിട്ട് ക്യാൻസൽ ചെയ്ത് പോയി. ഇവിടുത്തെ ബൈ കിലോഗ്രാം എന്നുള്ളത് മേലേക്ക് കയറിയപ്പോൾ കിലോഗ്രാം ആയിട്ട് മാറി. ക്ലിയർ ആയല്ലോ? ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ചു വെക്കണം. കാരണം കാൽക്കുലേഷൻസ് വരുമ്പോൾ നമുക്ക് ഈ ഡാറ്റാസ് ആവശ്യമായിട്ട് വരും. നിങ്ങൾ ഈ കംപ്ലീറ്റ് പഠിക്കണം എന്നില്ല, 2 പോയിൻ്റ് പഠിച്ചു വയ്ക്കാം. 1.75 ഇൻറ്റു 10⁻11 അങ്ങനെ 1.6. ഓക്കെ, അങ്ങനെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, ആവശ്യം വരും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സബ് അറ്റോമിക് പാർട്ടിക്കിളായിട്ടുള്ള ഇലക്ട്രോണിനെ കുറിച്ചിട്ടാണ്. ഇലക്ട്രോണിൻ്റെ ഡിസ്കവറിനെ കുറിച്ചിട്ട് പറഞ്ഞു അല്ലേ? അതിനായിട്ട് യൂസ് ചെയ്ത അപ്പാരറ്റസും ആരാണ് ഡിസ്കവർ ചെയ്തതെന്നുള്ളതും ആദ്യം കാഥോഡ് റേസ് എന്നായിരുന്നു പേര് എന്നും അതിൻ്റെ ചാർജും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജെ തോംസൻ്റെ കണ്ടെത്തലുകളും പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഇലക്ട്രോണിൻ്റെ ചാർജ് ടു മാസ് റേഷ്യോ എക്സ്പ്ലെയിൻ ചെയ്തു. അതേപോലെ തന്നെ ചാർജും മാസും കണ്ടെത്തി. ഓക്കെ, അപ്പോൾ ഇലക്ട്രോണിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ടെലഗ്രാം പേജ് കൂടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിലൂടെയായിരിക്കും നമ്മൾ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ PDF ഒക്കെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഡേ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.